അസമാധാനം നിറഞ്ഞിരിക്കുന്ന ലോകത്ത് എങ്ങനെ സമാധാനം കൈവരും എന്നുള്ളതാണ് ഇന്നത്തെ പാഠം. നമുക്കറിയാം, കഴിഞ്ഞ 6000 വർഷമായി നാം ഇന്ന് ലോകത്ത് അസമാധാനം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവം തൻ്റെ ഒരു രാജ്യത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ രാജ്യത്തിൽ സമാധാനം നിറയും എന്ന് ദൈവം വിശുദ്ധ പ്രവാചകന്മാരിലൂടെ നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്താലാണ് ഇന്ന് നാം ക്രൈസ്തവർ ആയിരിക്കുന്നത്. ആ യഥാർത്ഥ വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ ആ ഒരു സമാധാനം ഭൂമിയിൽ കൈവരും എന്ന് നമുക്കറിയാം. ഇസ്രയേലിയനായിരുന്ന ദാനിയേൽ ഇപ്രകാരം എഴുതി, ദാനിയേൽ 12:1, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കഷ്ടകാലം ഉണ്ടാകും എന്ന് ദാനിയേൽ പ്രവാചകൻ അരുളി ചെയ്തു. എന്നാൽ അതിനും 600 വർഷങ്ങൾക്ക് ശേഷം വന്ന കർത്താവായ യേശു താൻ ഇതേ പ്രവചനം എടുത്തുകൊണ്ട് ഒരു കാര്യം കൂടി കൂട്ടിപ്പറയുകയാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. അപ്പോൾ ലോകത്ത് മുഴുവൻ ഒരു വലിയ കഷ്ടം, അതായത് ഇനി ഇതുവരെ സംഭവിച്ചിട്ടില്ല, എന്നാൽ ഇതിന് ശേഷം ഇനി ഒരിക്കലും സംഭവിക്കാത്തതുമായ ഒരു കഷ്ടകാലം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു ജാതി ഉണ്ടായത് മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂമിയിൽ മുഴുവൻ ഒരു കഷ്ടമുണ്ടായിട്ടുണ്ട്, അത് ജലപ്രളയം. ആ ജലപ്രളയത്തിന് ശേഷമാണ് മനുഷ്യർ ജാതിയായി കുലംകുലുമായി പിരിഞ്ഞത്. അങ്ങനെ ഒരു ജാതി ഉണ്ടായതിന് ശേഷമുള്ള രണ്ടാം വ്യവസ്ഥാകാലം, സെക്കൻഡ് ഡിസ്പെൻസേഷൻ മുതൽ ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥിതിയിൽ ഒരു ജാതി ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്ത കഷ്ടം ഉണ്ടാകുമെന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു ഇനിമേൽ ഉണ്ടാകാത്തതുമായ ഒരു മഹാകഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, 2 പത്രോസ് 3:6 ഇപ്രകാരം പറയുന്നു, അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ഇനി ഇപ്പോഴത്തെ വ്യവസ്ഥാകാലമായിരിക്കുന്ന ഇപ്പോഴത്തെ ആകാശവും ഭൂമി, 7 ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ഇരിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ 13 ഇപ്രകാരം പറയുന്നു, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പം 3 വ്യവസ്ഥാകാലങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ വ്യവസ്ഥാകാലം ജലപ്രളയത്താൽ നശിച്ചുപോയി. രണ്ടാമത്തെ വ്യവസ്ഥാകാലം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇനിയും മൂന്നാമത്തെ വ്യവസ്ഥാകാലമായിരിക്കുന്ന പുതിയ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ആ ഒരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട കാലത്തിലേക്കാണ് നാം നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് അസമാധാനവും അശാന്തിയും വിളയാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ അവസ്ഥ നമ്മൾ കാണുമ്പോൾ യോവേൽ പ്രവാചകൻ 3:10 ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ കുഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പീൻ, ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ഇപ്പം നമ്മൾ കാണുന്നത് കൃഷി ആയുധങ്ങളെ യുദ്ധോപകരണങ്ങളായി അടിച്ചു തീർക്കുവിൻ എന്ന് പറയുന്നു. അത് ഇതൊരു പ്രവചനികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് മനുഷ്യന് പ്രയോജനകരമായ ഒരു കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കേണ്ടതായ യന്ത്ര സാമഗ്രികളും ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളും എല്ലാം മനുഷ്യർ ഇന്ന് യുദ്ധോപകരണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഓരോ രാജ്യത്തിൻ്റെ ബജറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് അവർ വിഹിതം ആയുധ ശേഖരണത്തിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നമുക്കറിയാം, ഇന്നേക്ക് വളരെ വളരെ വില കുറച്ച് ലഭിക്കേണ്ട പെട്രോളും ഡീസലും പോലും ഇന്ന് ഇത്രയും വില വർദ്ധിക്കാൻ കാരണം ലോകമഹായുദ്ധങ്ങളാണ്. കാരണം എല്ലാ രാജ്യങ്ങളും അവരുടേതായ സമ്പത്തിനെ എന്ത് ചെയ്തും യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനായിട്ട് ആ ബജറ്റിനെ നീക്കി വെക്കുന്നു കാണാൻ സാധിക്കും. 9 യോവേൽ 3:9 ഇപ്രകാരം പറഞ്ഞു, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ, വീരന്മാരെ ഉദ്യോഗിപ്പിൻ, സകല യോദ്ധാക്കളും അടുത്ത് വന്ന് പുറപ്പെടട്ടെ. നമുക്കറിയാം, 1914 1-ാം ലോകമഹായുദ്ധം മുതൽ ഇന്ന് വരെ അശാന്തിയാണ് വിളയാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകം ഒരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, റഷ്യ എന്ന് പറയുന്ന രാജ്യം പൊസൈഡോൺ എന്ന് പറയുന്ന ഒരു ആയുധ പോർമുന വികസിപ്പിച്ചെടുത്തു. അവർ വാഹിനിയിലുള്ള ആ പോർമുനയിൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെ വർഷിക്കുവാനും, അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ പോലെ തന്നെ 2 മെഗാടൺ ഭാരമുള്ള അത്രയും പവറുള്ളതായ
ആണവ ആയുധം അതിൽ ഘടിപ്പിക്കുവാൻ റഷ്യ ഇന്ന് വികസിപ്പിച്ചെടുത്തുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025 ഒക്ടോബർ മാസത്തിൽ തന്നെ ഒരു പ്രഖ്യാപനം പറഞ്ഞിരിക്കുകയാണ്. അതായത് 1992 മുതൽ അമേരിക്ക ആണവ പരീക്ഷണങ്ങൾക്ക് വലിയ മുതിർന്നിട്ടില്ല എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ പരസ്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അമേരിക്ക ഇന്ന് മുതൽ ആണവ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. പുതിയ നൂതനമായ ആണവായുധങ്ങളെ അമേരിക്കയും വികസിപ്പിക്കുവാൻ പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ യോവേൽ പ്രവാചകൻ പറയുന്ന പ്രകാരം നിങ്ങളുടെ കുഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായി എടുപ്പീൻ. അതായത് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതായ കാര്യങ്ങളെ യുദ്ധങ്ങൾക്കായി നിങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞ പ്രകാരം തന്നെ ഇന്നെല്ലാ രാജ്യങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് ഉതകേണ്ടതായ കൃഷി ആയുധങ്ങളും അതേപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും എല്ലാം നടത്തേണ്ടതിന് പകരമായി അവരിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഓരോ ആയുധങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഭീമമായ ഒരു വലിയ ഒരു കച്ചവട സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, മലാക്കി പ്രവാചകൻ ഇപ്രകാരം ഇസ്രയേലിൻ്റെ അവസാനത്തെ പ്രവാചകനായി യഹൂദ യുഗത്തിൽ അവസാനമായി അവർക്ക് BC 400കളിൽ അവർക്ക് അവസാനമായി അവരോട് പ്രവേശിച്ച് പറഞ്ഞാണ്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അപ്പോൾ യഹോവയുടെ ഒരു വലുതും ഭയങ്കരവുമായ ഒരു നാളുണ്ട്. അതിൻ്റെ 3-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്നെ മന്ദിരത്തിലേക്ക് വരും. നമുക്കറിയാം BC 400 ശേഷം പിന്നെ ഇസ്രായേലിന് ഒരു പ്രവാചകനില്ലായിരുന്നു. പിന്നെ നിയമദൂതനായ കർത്താവ് പെട്ടെന്ന് തന്നെ ആ 400 വർഷങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിലേക്ക് അവൻ ഇസ്രായേലിൽ കടന്നു വന്നു, അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. എന്നാൽ യേശുവിന് വഴി നിർത്തേണ്ടതിന് യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യോഹന്നാൻ സ്നാനമേറ്റ് തൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് മത്തായി 11:14 ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു പറയുന്നുണ്ട്, തനിക്ക് വഴി നിരത്തേണ്ടതിനാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ഏലിയാവിൻ്റെ ഒരു വേലയാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്ത് കർത്താവിന് വഴി നിരത്തുവാൻ ചെയ്തൊരു വേല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പൊരുളിലുള്ള ഏലിയാവിനെ നമ്മൾ നോക്കുമ്പോൾ അത് സഭയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ എന്ന് പറഞ്ഞാൽ സുവിശേഷ യുഗാന്ത്യത്തിലെ കൊയ്ത്തിനോടനുബന്ധിച്ച് വരുന്ന ആ നാളുകൾ, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. നമുക്കറിയാം, ഇന്ന് 1914 മുതൽ ലോകമഹായുദ്ധങ്ങളാണ് നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു നാൾ. ആ നാളിന് മുമ്പേ ഞാൻ ഏലിയാവിനെ അയക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ മലാക്കി 4-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു. 4-ാം അധ്യായം 1-ാം വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് പറയുന്നു. അതേപോലെ 5-ാം വാക്യത്തിൽ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. 6-ാം വാക്യം, ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അതിന് ഇംഗ്ലീഷ് പ്രകാരമാണ്, ആൻഡ് ഹി ഷാൾ ടേൺ ദ ഹാർട്ട് ഓഫ് ദ fathers to the children and the heart of the children to their fathers, lest I come and smite the earth with a curse എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഏലിയ പ്രവാചകൻ്റെ കാര്യം പറഞ്ഞിട്ട് മലാഖിയിൽ പറയുകയാണ്, ഏലിയ പ്രവാചകനെ അയക്കും എന്ന് പറയുമ്പോൾ കർത്താവിന് മുമ്പ് ചെയ്യേണ്ട ഒരു കർത്താവിൻ്റെ വലുതും ഭയങ്കരമായ നാളിന് മുമ്പ് ഒരു വലിയ വേല ഏലിയ പ്രവാചകൻ ചെയ്യണം. അവൻ എന്ത് ചെയ്യണം? അപ്പന്മാരുടെ ഹൃദയം, അതായത് പുരാതന വീരന്മാരുടെ അവരുടെ പ്രവൃത്തി, ദൈവം അവരുടെ പ്രവൃത്തി അംഗീകരിച്ചിരുന്നു. പുരാതന വീരന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായ അവരുടെ പ്രവൃത്തികളോട് ചേർപ്പിക്കുക, അവരുടെ പ്രവൃത്തികൾക്ക് താതാത്മ്യപ്പെടുത്തുന്ന രീതിയിൽ അവരെ മാനസാന്തരപ്പെടുത്തുവാനാണ് വരുന്നത്. അങ്ങനെ വന്നില്ല എങ്കിൽ ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞ്. എന്നാൽ ഏലിയാവിന് ഈ ഒരു വേലയെ, അതായത് മുഴുവൻ ഇസ്രയേലിനെയും യോഹന്നാൻ സ്നാപകനും ചെയ്യാൻ സാധിച്ചില്ല. അത് വളരെ കുറച്ച് പേരെ മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. അതേപോലെ തന്നെ സുവിശേഷ യുഗത്തിലും സഭയും ഈ വേലയാണ് ചെയ്തത്. അതിൽ കർത്താവ് പറയുന്നുണ്ട്, കേൾപ്പാൻ, മത്തായി 11:15, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം എല്ലാവരും അതിന് ചെവി കൊടുക്കുകയില്ലെന്ന് കർത്താവിനറിയാം.
അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ വലിയൊരു സംഹാര ശപഥം കൊണ്ട് നശിപ്പിക്കുന്ന ഒരു നാൾ ഉണ്ട് എന്ന് മറ്റ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏലിയ ഈ പ്രവൃത്തി കഴിഞ്ഞാൽ വലിയൊരു സംഹാര ശപഥമുണ്ടാകും, വലിയൊരു ഒരു നാശം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. കാരണം മനുഷ്യൻ എന്ത് ചെയ്തു, വളരെയധികം അതായത് അധപ്പതിച്ചു പോയി. ഇന്ന് ഒരു 6000 വർഷത്തെ മനുഷ്യർ, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദുരാഗ്രഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി മാറും എന്ന് അപ്പോസ്തലൻ പറഞ്ഞ പ്രകാരം ഇന്ന് നമുക്കറിയാം. മനുഷ്യൻ ആ ഒരു രീതിയിലേക്ക് യുദ്ധശ്രുതികളും എല്ലാം മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് വളച്ചൊടിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ എളിയവരായ ആളുകൾ അവർ ബലഹീനരാണ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ അധികാരം മേലാളന്മാരൊക്കെയും എന്ത് ചെയ്തു, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങളെ കൊണ്ടുവരികയും ചൂഷണങ്ങൾ നടത്തുകയും ആ വലിയൊരു കഷ്ടകാലത്തിൻ്റെ നാളുകളിലേക്ക് ആയിത്തീർന്നിരിക്കുകയാണ്. ഇതുതന്നെയാണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത്. ഒരു ജാതി ഉണ്ടായതു മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അതും കർത്താവായ യേശു അത് എടുത്തു പറഞ്ഞു. ലോകാരംഭം മുതൽ ഇന്നലെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടം അന്നുണ്ടാകും എന്ന് കർത്താവായ യേശു പറഞ്ഞു. അപ്പോൾ ഈ ഏലിയാവിനെ 1 രാജാക്കന്മാർ 19:10-11 ഇത് സഭയോടുള്ള സഭയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം ഏലിയാവിനോട് പറയുന്നുണ്ട്, നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി. ആ മൃദുസ്വരം യഹോവയുടെ സ്വരമാണ്. അത് ഒരു ആശ്വാസത്തിൻ്റെ സ്വരമാണ്. അപ്പോൾ ഇത് യഹോവയെ അവിടെ കാണുവാൻ സാധിച്ചില്ല. നമുക്കറിയാം, സഭയോട് പറയുകയാണ്, എന്ത് ചെയ്യും, ശക്തിയുള്ളൊരു കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റ് ലോകമഹായുദ്ധങ്ങളെ കാണിക്കുന്നു. അപ്പം അതെന്ത് ചെയ്തു, പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. പല രാജ്യങ്ങളെയൊക്കെ ആ യുദ്ധം തകർത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം ലോകമഹായുദ്ധത്തോടുകൂടി ഗ്രേറ്റ് ബ്രിട്ടൻ ഇന്ന് സ്മോൾ ബ്രിട്ടനായി മാറിയിരിക്കുകയാണ്. അതേപോലെ എല്ലാ രാജ്യങ്ങളും വലിയതായി മതിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് ബലഹീനമായി പോയിരിക്കുകയാണ്. അതാണ് പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായില്ല. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം അതായത് മുകളിൽ കിടക്കുന്ന താഴെ വരും, താഴെ കിടക്കുന്ന മുകളിൽ വരും. അത് മുകളിൽ കിടക്കുന്ന വലിയ സമ്പന്നരും എല്ലാം താഴെക്കടയിലേക്ക് പോകും. താഴെ കിടക്കുന്ന ആളുകളെ പൊങ്ങി വരുന്ന ഒരു ഭൂകമ്പം, മൊത്തം ഇളക്കി മറിക്കുന്ന ഒരു ഭൂകമ്പം ഉണ്ടാകും. ചില ഭൂകമ്പ വിപ്ലവങ്ങളെ കാണിക്കുന്നു. വിപ്ലവ രാഷ്ട്രീയ പാർട്ടികൾ വരും. ഇതുവരെ രാജാക്കന്മാരെയെല്ലാം നീക്കി എന്ത് ചെയ്തു, ആ രാജഭരണങ്ങളെല്ലാം നീക്കി ഒരു വിപ്ലവ രാഷ്ട്രീയം കൊണ്ട് അതിനെല്ലാം അട്ടിമറിക്കുന്ന ഒരു സംഭവം ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ എന്ത് ചെയ്തു, വിസ്മയമായ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഘോരവും ഭയങ്കരമായി കൽദയരെ വരുത്തും. അപ്പോൾ ഇങ്ങനെയുള്ള വിപ്ലവകാരികൾ വന്ന് എന്ത് ചെയ്തു, വിപ്ലവം നടത്തും. അതാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം ഒരു തീ അരാജകത്തെ കാണിക്കുന്നു. ആ അരാജകത്വം, അതായത് ഒരു ഭരണമില്ലാത്തൊരവസ്ഥ. പല രാജ്യങ്ങളും അരാജകത്വം നടമാടും നമുക്ക് കാണുവാൻ സാധിക്കും. തീയിലും യഹോവയില്ലായിരുന്നു. അതിനുശേഷം തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി എന്ന് പറയുമ്പോൾ ആ തീക്ക് ശേഷം, ഈ അരാജകത്തിന് ശേഷം ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും. നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്ത് ചെയ്തു, അന്നുള്ള ലോകം ജലപ്രളയത്താൽ നശിച്ചു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നത് അരാജകത്വത്തിലൂടെ ഇത് മാറിപ്പോകും. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ അരാജകത്വത്തിലൂടെ മാറിപ്പോകും. അതിനുശേഷം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കപ്പെടും എന്ന് നാം കാണുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ സുവിശേഷ യുഗത്തിൽ കർത്താവ് യേശു തൻ്റെ സഭയെ വിളിക്കുന്നുണ്ട്. സഭയോട് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. അത് മത്തായി 5:13 പറയുന്നു. അതുപോലെ മർക്കോസ് 9:50 പറയുന്നു, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പീൻ. അപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ സഭ ആ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് അത് കേടാകാതിരിക്കാൻ സൂക്ഷിക്കുന്നു. എന്നാൽ ഉപ്പ് മാറ്റപ്പെട്ടാൽ, അതായത്
ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, മീഖ പ്രവാചകൻ പറയുന്ന പ്രകാരം കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഈ ഭൂമി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ, അത് നശിച്ചു പോകാനിടയായിത്തീരും. നമുക്കറിയാം 1914 ശേഷം, ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം വളരെ വേഗം തന്നെ ഭൂമി എന്ത് ചെയ്യുക, വളരെ യുദ്ധസ്ഥിതികൾ അഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് എബ്രായ ലേഖനം പറയുന്ന പ്രകാരം ഇളക്കമില്ലാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ഹഗ്ഗായി 3:7 പറയുന്ന പ്രകാരം ഞാൻ സകല ജാതികളെ ഇളക്കും, സകല ജാതികളുടെയും ആഗ്രഹഹേതുവായ മനോഹര രാജ്യം, ആ ദൈവരാജ്യം വരുന്നതിന് വേണ്ടി നിർമ്മിതമായി ഇളക്കമുള്ളതെല്ലാം മാറ്റപ്പെടുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭൂമിയിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് സമാധാനം കൈവരും എന്ന് നമുക്ക് നോക്കാം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചു. ആ കർത്താവ് യേശുവിൻ്റെ ജനനത്തിൽ ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസ് 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. ദൂതൻ അവരോട്, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഭയപ്പെടേണ്ട, ദൂതൻ ആദ്യം അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട. ഈ ലോകത്ത് മഹാപ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സന്തോഷം വരുന്ന എന്ത് കാര്യമാണ്? എല്ലാ ജനങ്ങൾക്കും വരാൻ പോകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനവും മനുഷ്യരിൽ പ്രസാദവും ഉണ്ടാകട്ടെ. അതാണ് യഥാർത്ഥ പരിഭാഷ എന്ന് പറയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും മനുഷ്യരിൽ പ്രസാദവും ഉണ്ടാകട്ടെ. ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. ദൈവപ്രസാദമുള്ളവർക്ക് പോലും അസമാധാനമായ കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. എന്നാൽ അതല്ല ഇവിടെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ വരുന്നത്, ഭൂമിയിൽ സമാധാനവും മനുഷ്യരിൽ പ്രസാദവും ഉണ്ടാകട്ടെ. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് ആൻഡ് ഓൺ എർത്ത് പീസ് ഗുഡ് വിൽ ടുവേർഡ് മെൻ എന്നാണ്. അപ്പോൾ കർത്താവ് യേശു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു. ഈ ശിശു വലുതായി താൻ എന്ത് ചെയ്തു? താൻ മറുവിലയായി, താൻ മാനവജാതിക്കും വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത് അത് ദൈവസന്നിധിയിൽ അർപ്പിച്ച് ആ മറുവിലയിൻ പുണ്യം ആ ലോകത്തിന്മേൽ നൽകിക്കൊണ്ട് മാനവജാതിയെയും വീണ്ടെടുക്കുന്ന വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട വേല കർത്താവായ യേശു മുഖാന്തരം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പ്രവചനികമായി പറഞ്ഞാണ്. സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ളൊരു ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു സന്തോഷത്തെയാണ് ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, സങ്കീർത്തനം 46:9 പ്രകാരം പറയുന്നു, വരുവിൻ യഹോവയുടെ പ്രവൃത്തികൾ നോക്കുവിൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഈ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ കർത്താവ് യേശു വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രകാരം എഴുതി, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, ഗവൺമെൻറ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡേഴ്സ്. അവൻ അത്ഭുത മന്ത്രി എന്ന് രണ്ടായിട്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നീ പേർ വിളിക്കപ്പെടും. അതായത് കർത്താവായ യേശുവിന് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. യെശയ്യാ 9:7 പ്രകാരം പറഞ്ഞു, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് സമാധാനത്തിന് അവസാനമുണ്ടാകുകയില്ല. കാരണം ഒരു സമാധാനം വസിക്കണമെങ്കിൽ കർത്താവായ യേശു ഭരിക്കുന്ന ഒരു രാജ്യം, ആ ദൈവരാജ്യത്തിൽ മുഴുവൻ മാനവജാതിക്കും സമാധാനമുണ്ടാകും എന്ന് പ്രവാചകൻ നേരത്തെ തന്നെ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ യോവേൽ പ്രവാചകൻ 3:10 ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ കുഴുക്കളെ വാളുകളായും വാക്കത്തുകളെ കുന്തങ്ങളായി അടുപ്പിന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറയുന്ന യോവേൽ 3:10 പറയുന്നു, അപ്പോൾ അവർക്ക് കൃഷി ആയുധങ്ങളെ അവർ യുദ്ധോപകരണങ്ങളായി അടിക്കുന്ന കാര്യമാണ് പ്രവചനികമായി പറഞ്ഞത്. എന്നാൽ മീഖാ 4:3 പറയുന്നു, അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തുകളായും അടിച്ചു തീർക്കും. നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ന് ലോകത്തിൽ യുദ്ധ ഉപകരണങ്ങളൊക്കെയും കൃഷി ആയുധങ്ങളും ഉപകരണങ്ങളുമായി മാറും. നമുക്കറിയാം, ഇന്ന് കാർപ്പറ്റ് ബോംബ് എന്ന് പറയുന്ന ഒരു ബോംബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ബോംബ് അത് ചെറിയ തോതിൽ അത് പൊട്ടിക്കുവാണെങ്കിൽ നിലമൊക്കെ ഉഴുത്
ലഭിക്കും. അപ്പോൾ കൃഷിക്ക് അത് പ്രയോജനമാണ്. അപ്പോൾ ബോംബ് മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടിയല്ല, അത് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മീഖ 4:3 പറയുന്ന പ്രകാരം ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അപ്പോൾ ഇന്ന് കാണുന്ന യുദ്ധവും അസമാധാനവും എല്ലാം നീങ്ങി വലിയൊരു സമാധാനം ഭൂമിയിൽ വരും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു എന്ന പേരിടണമെന്ന് പറഞ്ഞത് ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണമെന്നാണ് പറഞ്ഞത്. യശ്വ എന്നാണ് പേര്. യശ്വാഹ്, യാഹ് നമ്മുടെ രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, യഹോവയായ ദൈവം മോശ മുഖാന്തിരം ഇസ്രായേൽ ജനത്തിനൊരു കൽപ്പന കൊടുത്തിരുന്നു. ആവർത്തനം 6:5 ലേവ്യാപുസ്തകം 19:18 നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഇതേ കൽപ്പനകളെ കർത്താവായ യേശു മത്തായി 22:37 39 എടുത്തു പറഞ്ഞു. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അപ്പോൾ അപ്പോൾ സമാധാനം ഭൂമിയിൽ ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദാമിനെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് ആദാം ദൈവകൽപ്പന ലംഘിച്ചതോടുകൂടി മുഴുവൻ മാനവജാതിയും ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തോട് ശത്രുതയിലായിപ്പോയി. ദൈവത്തോട് അകന്നു പോയതുകൊണ്ട് അസമാധാനം വിളയാടുകയാണ്. എന്നാൽ കർത്താവായ യേശു വന്നിട്ട് എന്ത് ചെയ്തു? ഈ തങ്കപ്രമാണം ദൈവത്തോട് നിരപ്പിക്കുന്ന വേല അത് യേശു ചെയ്യും. അതേപോലെ മനുഷ്യനോട് നിങ്ങൾ നിരക്കണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? ആ ദൈവത്തോടും മനുഷ്യനോടും നിരക്കുന്ന വേല അത് ഈ സുവിശേഷ യുഗത്തിൽ അവൻ്റെ സഭയാണ് ചെയ്യുന്നത്. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. ആ സഭ അത് ചെയ്യും. സഹസ്രാബ്ദ യുഗത്തിൽ മുഴുവൻ മാനവജാതിയും ഇത് ചെയ്യുമ്പോൾ ആ ഭൂമിയിൽ സമാധാനമുണ്ടാകും. അപ്പോൾ ഈ കൽപ്പന ദൈവം ആദാമിൻ്റെ ഹൃദയത്തിൽ എഴുതിയിരുന്നതാണ്. എന്നാൽ ആദാം ഈ തങ്കപ്രമാണത്തെ ലംഘിച്ചതുകൊണ്ട് ആദാമിന് വീഴ്ചയുണ്ടായി. എന്നാൽ സഹസ്രാബ്ദത്തിൽ ഒടുക്കത്തെ ആദാമാകുന്ന കർത്താവ് യേശുവിൻ്റെ 1000 വർഷ വാഴ്ചയിൽ, സെക്കൻഡ് ആദാം, ആ വാഴ്ചയിൽ ഈ തങ്കപ്രമാണത്തെ മുഴുവൻ മാനവജാതികളും എന്ത് ചെയ്തു? അവർക്ക് പ്രമാണിക്കാനുള്ള അവസരം ലഭിക്കും. ആ ഉയർത്തെഴുന്നേറ്റ് വരുന്ന മാനവജാതികൾ അത് ചെയ്യുമ്പോൾ അവർക്ക് വലിയൊരു അനുഗ്രഹത്തെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സുവിശേഷ യുഗത്തിൽ നമുക്ക് സമാധാനം ആദ്യം നമുക്കാണ് സമാധാനം ലഭിക്കുക. സുവിശേഷ യുഗത്തിൽ അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് സമാധാനം ലഭിക്കുന്നത്. റോമർ 5:1 പറയുന്ന പ്രകാരം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതേപോലെ ഫിലിപ്പിയർ 4:7 സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം. ആദ്യത്തെ പറഞ്ഞ് ദൈവത്തോട് സമാധാനം, അതാണ് റോമർ 5:1. ഫിലിപ്പിയർ 4:7 ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവിലെയും ക്രിസ്തുവേശുവിൽ സകലത്തെയും കവിയുന്ന ഒരു ദൈവസമാധാനത്താൽ ദൈവം നമ്മളെ കാക്കും. അതേപോലെ യോഹന്നാൻ 14:27 പറഞ്ഞ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമാധാനം നൽകിയിട്ടാണ് കർത്താവ് യേശു ആ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ സമാധാനം ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ രാജ്യം ഭൂമി വന്നു കഴിയുമ്പോൾ യെശയ്യാവ് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, അന്ത്യകാലത്ത് യെശയ്യാ 2:2-4 വരെ, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക ജാതികൾ ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലാം. അവൻ്റെ വഴികളെ അവൻ നമ്മെ ഉപദേശിക്കുകയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. കണ്ടോ, 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവർ ജാതികളുടെ ന്യായം വിധിക്കുകയും പല വംശങ്ങൾക്ക് നീതി നടത്തുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കുഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവർ ഇന്ന് കാണുന്ന യുദ്ധങ്ങളെല്ലാം നീക്കി എന്ത് ചെയ്തു? ഒരു സമാധാനം വരുന്നൊരു ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുമെന്ന് തിരുവെഴുത്ത് നമുക്ക് ഉറപ്പ് നൽകുന്നു. അതേപോലെ നമുക്കറിയാം, ശലോമോൻ്റെ കാലത്ത് യഹൂദ ഇസ്രയേലും ദാൻ മുതൽ ബേർഷേബ് വരെയും ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിயின் കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും നിർഭയം വസിച്ചു, സമാധാനത്തോടെ ഭയമില്ലാതെ വസിച്ചു. അങ്ങനെയാണെങ്കിൽ പൊരുളിലെ ശലോമോനായ കർത്താവ് യേശു പറഞ്ഞു, ഇതാ ശലോമോനിലും വലിയവനെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ
മീഖ 4:4 പറയുന്ന പ്രകാരം അവർ ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിயின் കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല, സൈന്യങ്ങളെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിയർ അന്ന് താമസിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് മുൻവശത്ത് മുന്തിരിവള്ളി ഉണ്ട്. അതിൽ നമുക്ക് മുന്തിരിയുടെ ഫലം ലഭിക്കും. പുറകിൽ അത്തിവൃക്ഷമുണ്ട്, അവർക്ക് പഴം ലഭിക്കും. അങ്ങനെ മുന്തിരിവള്ളിயின் കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും മുന്തിരിവള്ളിയുടെ അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ അവർ നിർഭയമായി വസിച്ച് ശലോമോൻ്റെ കാലിൽ വസിച്ചു വരുന്നുവെങ്കിൽ വലിയ പൊരുളിലെ വലിയ ശലോമോന്ന കർത്താവ് യേശുക്രിസ്തു 1000 വർഷ വാഴ്ചയിൽ എല്ലാവർക്കും സമാധാനത്തോടെ വസിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും. അതേപോലെ ഇപ്രകാരം പറയുന്നു അപ്പോസ്തലപ്രവൃത്തി 3:21, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടത് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ, എന്നാൽ കർത്താവിൻ്റെ സമ്മൂഹത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും, അപ്പം നമുക്ക് സമാധാനമുള്ള ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. കണ്ടോ, അപ്പോൾ ആശ്വാസകാലങ്ങൾ വരും. അപ്പോൾ കർത്താവ് യേശു താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കരയേറി. അപ്പോൾ എന്തിനാണ് യേശു സ്വർഗത്തിൽ പോയെന്ന് ഞാൻ അടുത്ത് പറയുന്നൊരു ദൈവം ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ സകലതും യേശു സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കരയേറിപ്പോയിട്ടുണ്ടെങ്കിൽ യേശു മടങ്ങി വരുന്നത് വരെ സ്വർഗത്തിലായിരിക്കേണ്ടതുണ്ട്. അവൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തും. അവൻ വന്ന് അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാം ഇന്ന് കാണുന്നുണ്ട്. ഇസ്രയേൽ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വന്നായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിച്ചു കഴിയുമ്പോൾ സകല മാനവജാതികൾ ഉയർപ്പുണ്ടാകും. അത് സമീപ ഭാവിയിൽ തന്നെ വളരെ വേഗം തന്നെ ആസന്നമാകും. അപ്പോൾ ഭൂമിയിൽ ഒരു യഥാസ്ഥാപനം നടക്കും. സിംഹവും കുഞ്ഞാടും പുള്ളിപ്പുലിയും ചെന്നായും എല്ലാം ഒരുമിച്ച് മേയുന്ന ആ ഒരു കാലഘട്ടം, അതിൽ ഒരു ചെറിയ കുട്ടി അവയെ നടത്തും എന്ന് യെശയ്യാ 11:6 പറഞ്ഞു. കൊച്ചു കുട്ടികൾക്ക് പോലും നിർഭയമായി വസിക്കാവുന്ന ഒരു വലിയ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഭൂമി സ്ഥാപിതമാകും. അതിനായി നമ്മൾ നോക്കി പാർക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ ദൈവരാജ്യം ഭൂമി വരുമ്പോൾ എല്ലാ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുന്ന, എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ആ സമാധാന പ്രഭുവിൻ്റെ രാജ്യം വളരെ വേഗം തന്നെ ഭൂമിയിൽ സ്ഥാപിതമാകും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.